മാർച്ചിൽ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, 2012 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, x² + y² 49. വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് സെന്റർ കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഒറിജിനിൽ കൂടെ പോണ സർക്കിളിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ x² + y² = r² ആണ്. സെന്റർ 0 ആയ ഒരു സർക്കിൾ നമ്മൾ വരച്ച് കഴിയുമ്പോൾ അതിന്റെ സെന്റർ 0 ആണെങ്കിൽ അത് ഒറിജിനിൽ കൂടെ പോണ സർക്കിളാണ്. അങ്ങനെ സെന്റർ 0 ആവുന്ന, ഇത് 0 0 വരുന്ന, റേഡിയസ് 6 വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ് s² + y² = r² ആണ്. അപ്പൊ നമ്മുടെ ജനറൽ ഫോർമുല നോക്കിക്കേ, അവിടെ s² + y² = 49 ആണ് തന്നേക്കണേ. അപ്പൊ അതിനെ നമ്മൾ 7² എന്ന് എഴുതാൻ പാടില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഇവിടെ വെറുതെ എഴുതാം, സെന്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0, ദെൻ റേഡിയസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ r ഈസ് ഈക്വൽ ടു 7 വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ട് ആൻസർ ആയി. വാട്ട് ഈസ് എ റേഡിയസ് സർക്കിൾ ആണ്. സെന്റർ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ എയുടെ ആൻസർ ആയി, റേഡിയസ് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ബിയുടെ ആൻസർ ആയി. ഇനി എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ s² + y² = 36 ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ ഒറിജിനിൽ കൂടെ പോണ സർക്കിളാണ്. അപ്പൊ നമ്മൾ s² + y² = 6ന്റെ സ്ക്വയർ കൊടുക്കാം. അപ്പൊ സെന്റർ എന്നാ മക്കളെ? സെന്റർ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാനില്ല, ഇത് ഒറിജിൻ സെന്റർ 0 ആയ സർക്കിളാണ്, ഒറിജിനിൽ കൂടെ പോണ സർക്കിളാണ്. അപ്പൊ സെന്റർ എപ്പോഴും എന്തായിരിക്കും? 0 0 ആയിരിക്കും. റേഡിയസ് r എന്ന് പറഞ്ഞാൽ നമുക്ക് 6 വരും. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. s² + y² = 4 ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ റേഡിയസ് സെന്റർ തന്നെ അപ്പോഴും സെന്റർ 0 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0. റേഡിയസ് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 2² എന്ന് എഴുതാം. അപ്പൊ റേഡിയസ് r എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പൊ സെന്ററുമായി ഇവിടെ റേഡിയസുമായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിളും കൂടെ നിങ്ങൾ ഓരോ പ്രോബ്ലത്തിനും ഇട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കണ്ടന്റ് ക്ലിയർ ആവും.